മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. പരീക്ഷയൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ടീച്ചർക്ക് അറിയാം. അപ്പോൾ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് ഒരു പരീക്ഷാ ചോദ്യവുമായിട്ടാണ്. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് എന്താണ് ടീച്ചർക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും അറിയാതെ പോകും കേട്ടോ. ചാനലിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് അവിടെ ഉണ്ട്. എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യുക. പിന്നെ ഒന്ന് പറയാനുള്ളത് നമ്മുടെ 7ാം ക്ലാസ് അല്ലെങ്കിൽ 6ാം ക്ലാസ് 7ാം ക്ലാസ് ഏത് ക്ലാസ് ആയിക്കോട്ടെ, നമുക്ക് എന്തുണ്ട്, ഓൺലൈൻ ബാച്ചുകളുണ്ട്. അപ്പോൾ 7ാം ക്ലാസ്സിൻ്റെതാണെങ്കിൽ അവെഞ്ചേഴ്സ് ബാച്ചാണ്. 2750 രൂപയാണ് നമ്മുടെ ഫീ എന്ന് പറയുന്നത്. എന്നാൽ ഓഫറുകൾ പല സമയത്തായിട്ട് ഓഫറുകൾ നൽകാറുണ്ട് സൈലം. അപ്പോൾ നിങ്ങൾ ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് 9995400800 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഏത് ബാച്ചിലാണ് ജോയിൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, നമുക്ക് ഡെയിലി ലൈവ് ക്ലാസ്സുകളോ റെക്കോർഡഡ് ക്ലാസ്സുകളോ ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ 7ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആണെങ്കിൽ USS ഒക്കെ ഉള്ളതാണ് അല്ലേ. അനിയന്മാരും അനിയത്തിമാരോടും എല്ലാം നിങ്ങൾ പറയുക. ഇപ്പോൾ 4ാം ക്ലാസ്സിലെ കുട്ടികളാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ 5ലെയും 6ലെയും കുട്ടികളോടൊക്കെ ചേച്ചിമാരോടും ചേട്ടന്മാരോടൊക്കെ പറയുക, നമ്മുടെ സൈലത്തിൽ ഇങ്ങനെ ഒരു ബാച്ച് ഉണ്ട് എന്നല്ലേ. 8, 9, 10, +1, +2 ഒക്കെ നമുക്കുണ്ട്, നീറ്റ് JEE ഒക്കെ. അപ്പോൾ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ അടിപൊളി ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. ഇനി എനിക്ക് ഇന്നിപ്പോൾ പറയാനുള്ളത് ഇഷ്ടമുള്ള പ്രകൃതി ദൃശ്യത്തെ പറ്റിയുള്ള വർണ്ണന മിക്ക പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് നമുക്ക് കൃത്യമായിട്ടൊന്ന് പഠിച്ചു നോക്കാം. നമ്മളൊരു പ്രകൃതിയെ കാണുന്ന സമയത്ത് ഹായ് എന്ത് മനോഹരം എന്ന് തോന്നണമെങ്കിൽ അത് സുന്ദരമായിരിക്കണം അല്ലേ. അതിനെക്കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റണം. ചിലപ്പോൾ കാണുമ്പോൾ നമ്മൾ പറയുമായിരിക്കും അടിപൊളിയാണ് എന്നൊക്കെ, പക്ഷെ അതിലപ്പുറം നമുക്ക് ഭാഷ ഉപയോഗിച്ച് അതിനെ എങ്ങനെ എഴുതാമെന്ന് നോക്കണം അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രകൃതി ദൃശ്യത്തെ പറ്റിയുള്ള വർണ്ണനയാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. ഇത് നോക്കിയേ, ഇളം കാറ്റിൽ തിരകൾ പോലെ പൊങ്ങി അമരുന്ന നെൽച്ചെടികൾ എവിടെയാ കാണുക? വയലിലാണ് അല്ലേ. അപ്പോൾ വയലിൻ്റെ വർണ്ണനയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇളം കാറ്റിൽ തിരകൾ പോലെ പൊങ്ങി അമരുന്ന നെൽച്ചെടികൾ, അവയോരോന്നും വെയിൽനാളമേറ്റ് സ്വർണ്ണവർണ്ണമാകുന്ന കണ്ണിൻ്റെ കുളിർമ. ഇളം കാറ്റിൽ തലയുയർത്തി നിൽക്കുന്ന നെൽക്കതിരുകൾ, കതിർക്കൊത്താൻ പാറിപ്പറന്നെത്തുന്ന പച്ചപ്പനം തത്തകൾ, തെങ്ങോലകളിൽ ഊഞ്ഞാലാടുന്നു അല്ലേ. പച്ചപ്പനം തത്തകൾ എന്ത് ചെയ്യുന്നുണ്ട്? തെങ്ങോലകളിൽ ഊഞ്ഞാലാടുന്നുണ്ട്. വർണ്ണക്കുടകൾ വിടർത്തിയ പോലെ വിരിഞ്ഞു നിൽക്കുന്ന ആമ്പൽ പൂവുകൾ എവിടെയാണ്? ആ വയലില് വർണ്ണക്കുടകൾ നിവർത്തിയതുപോലെ പല നിറത്തിലുള്ള ആമ്പൽ പൂവുകൾ. അങ്ങകലെ ഉയർന്നു നിൽക്കുന്ന കുന്നുകൾക്ക് മുകളിലായി പഞ്ഞിക്കെട്ടുകൾ പോലെ നീളുന്ന മേഘക്കൂട്ടങ്ങൾ അല്ലേ. പ്രകൃതിയെ നിരീക്ഷിക്കുമ്പോൾ ഇത്ര മനോഹരമായ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. അത് എഴുതാനും കൂടെ പറ്റുമ്പോഴാണ് നമ്മൾ ഭാഷ പ്രയോഗിക്കുന്നതിലും മിടുക്കരാണ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങകലെ ഉയർന്നു നിൽക്കുന്ന കുന്നുകൾക്ക് മുകളിലായി മേഘമുണ്ട് എന്ന് പറയുന്നതിന് പകരമാണ് എന്ത്? അങ്ങകലെ ഉയർന്നു നിൽക്കുന്ന കുന്നുകൾക്ക് മുകളിലായി പഞ്ഞിക്കെട്ടുകൾ പോലെ നീളുന്ന മേഘക്കൂട്ടങ്ങൾ അല്ലേ. പഞ്ഞിക്കെട്ടുകൾ പോലെ നീളുന്ന മേഘക്കൂട്ടങ്ങൾ. അപ്പോൾ ഇഷ്ടമുള്ള ഒരു പ്രകൃതി ദൃശ്യത്തെക്കുറിച്ച് നിങ്ങളോട് വർണ്ണിക്കാൻ പറഞ്ഞാൽ, മനോഹരമായി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ എഴുതണം. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മക്കൾക്ക് എല്ലാവിധ ആശംസകളും. കൂടുതൽ ചോദ്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ കാണാം. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.